മൈക്രോ കൺട്രോളർ വന്നിട്ട് നമ്മൾ ലൈഫിൽ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്ന ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീനിലുണ്ട്, ഇൻഡക്ഷനിലുണ്ട്, മൈക്രോവേവിലുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ എന്താണ് വാഷിംഗ് മെഷീനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആ മെഷീൻ വന്നിട്ട് എന്താണ് ജസ്റ്റ് ഒന്ന് വാഷിംഗ് ഡ്രൈയിങ് അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മൈക്രോവേവ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഇതിനകത്ത് വന്നിട്ട് അത്രയും ടൈമിംഗ് കൊടുത്തിട്ടുള്ള കുക്കിംഗ് ആ ഒരു ഇത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു കമ്പ്യൂട്ടറാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇത് മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു മൾട്ടിപർപ്പസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മൈക്രോ കൺട്രോളർ ഈസ് എ സ്മോൾ ആൻഡ് ലോ കോസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വിച്ച് ഇസ് ഡിസൈൻഡ് ടു പെർഫോം ദി സ്പെസിഫിക് ടാസ്ക് ഓഫ് എംബെഡഡ് സിസ്റ്റം ലൈക്ക് ഡിസ്പ്ലേയിങ് മൈക്രോവേവ് ഇൻഫർമേഷൻ, റിസീവിംഗ് റിമോട്ട് സിഗ്നൽസ് എക്സെട്ര. അതായത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു IC ചിപ്പാണ്. നമ്മൾ മൈക്രോ പ്രോസസർ പോലെ തന്നെയുള്ള മൈക്രോ കൺട്രോളറും എന്നാണ് ഒരു ചെറിയ IC ചിപ്പാണ്. ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെസിഫിക് ടാസ്കിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ് ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാം. സ്പെസിഫിക് ടാസ്ക് ഓഫ് എംബെഡഡ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ പുതിയതായിട്ടാണ് കേൾക്കുന്നത് അല്ലെ. എന്താണ് എംബെഡഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും അടുത്ത ഒരു പോയിന്റിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനിൽ തന്നെ മൈക്രോ കൺട്രോളറിൽ ആ IC ചിപ്പിൽ നമ്മൾ എന്താണ് പ്രോഗ്രാം ചെയ്യേണ്ടത്, എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അതിനകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രകാരം സിഗ്നൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാഷിംഗ് മെഷീനിൽ എന്തുണ്ടാകും? ഹാർഡ്വെയർ കോമ്പണൻസ് ആയിട്ടുള്ള മോട്ടർ ഉണ്ടാകും, ഡ്രയർ വേണ്ടിയിട്ട് വന്നിട്ട് എന്നാൽ ഹീറ്ററൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ അതൊക്കെ ഓൺ ചെയ്യണം, അത് പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ഓഫ് ആക്കണം, വെള്ളം തുറന്ന് ഓപ്പൺ ചെയ്ത് വിടണം, അതിൻ്റെതായിട്ടുള്ള ഹാർഡ്വെയർ കോമ്പണൻസ് ഉണ്ടാവും. അപ്പോൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പൈൻ ചെയ്യാൻ ഈ ഹാർഡ്വെയർ സിസ്റ്റത്തിനെയും സോഫ്റ്റ്വെയറിൻ്റെയും കമ്പൈൻ ചെയ്തിട്ട് രണ്ടും കൂടി ചേർന്നിട്ട് സോഫ്റ്റ്വെയർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാംസ് പ്രകാരം ഈ ഹാർഡ്വെയർ വർക്കിംഗ് ആകുന്നതിനെയാണ് നമ്മൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മൈക്രോ കൺട്രോളർ വന്നിട്ട് എന്താണ് ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ടാസ്ക് ഓഫ് എംബെഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ എംബെഡഡ് സിസ്റ്റത്തിന്റെ എന്താണ് മീനിങ് ആണ് അടുത്ത പോയിന്റ് തന്നിരിക്കുന്നത്. എംബെഡഡ് സിസ്റ്റം ഇസ് എ കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ഫംഗ്ഷൻ. നിങ്ങൾ വാഷിംഗ് മെഷീൻ മാത്രം തലയിൽ ഓർത്താലും മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതിനകത്ത് എന്താണ് മൈക്രോ കൺട്രോളർ IC ചിപ്പ് ഉണ്ടാകും, അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാം പ്രകാരം അതിലിരിക്കുന്ന ഹാർഡ്വെയർ കോമ്പണൻസ് ആയിട്ടുള്ള മോട്ടർ, ഹീറ്റർ അങ്ങനത്തെ കോമ്പണൻസുകളൊക്കെ എന്ത് ചെയ്യും? വർക്ക് ആകുന്നതായിരിക്കും അല്ലെ, പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം. ഈ കോമ്പിനേഷൻസ് വർക്ക് ആകുന്നതിനാണ് നമ്മൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർക്ക് ആകാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ വന്നിട്ട് നമ്മൾ ഏതിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറിൽ വന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി മൈക്രോ കൺട്രോളർ ഇതൊക്കെ നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് അധികം ഡീപ്പായിട്ടും പോയിട്ടില്ല, എന്നാലും നമുക്ക് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലാണ് നോട്ട്സ് റെഡിയാക്കിയിരിക്കുന്നത്. മൈക്രോ കൺട്രോളർ വന്നിട്ട് ഇത് പ്രകാരം ഫാബ്രിക്കേഷൻ ടെക്നോളജി പ്രകാരം ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, ഇന്റഗ്രേഷൻ VLSI ഇത് വന്നിട്ട് എന്താണ് ചോദ്യത്തിൽ വരുന്നതാണ്. PSC ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ PSC ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. മൈക്രോ കൺട്രോളർ ഈസ് ഫാബ്രിക്കേറ്റഡ് വിച്ച് ടെക്നിക് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും VLSI വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അതൊന്നും നല്ലതുപോലെ ഓർത്ത് വെച്ചോളണം. ടെക്നോളജി ഓൺ എ സിംഗിൾ ചിപ്പ്. ഓക്കെ, അത് നല്ലോണം ഓർത്ത് വെച്ചോണം. അടുത്തത് എന്താണ്? മൈക്രോ കൺട്രോളർ ഈസ് ഓൾസോ നോൺ ആസ് കമ്പ്യൂട്ടർ ഓൺ എ ചിപ്പ്. മൈക്രോ കൺട്രോളർ ഈസ് ഓൾസോ നോൺ ആസ് കമ്പ്യൂട്ടർ ഓൺ എ ചിപ്പ്. അതെന്താ അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ പ്രോസസർ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? മൈക്രോ പ്രോസസറിൽ മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴേക്കും മൈക്രോ പ്രോസസറിന്റെ അകത്ത് ALU ഉണ്ടാകും, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ് കുറച്ച് ഉണ്ടാകും, പിന്നെ വന്നിട്ട് കൺട്രോൾ യൂണിറ്റ് ഉണ്ടാകും അല്ലെ. അല്ലാതെ പുറത്താണ് വേറെ ഒരു IC ഒക്കെ ആയിട്ട് മെമ്മറീസ് ഉണ്ടാകും, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാകും, പിന്നെ ഇതെല്ലാം കണക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ബസ്സസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോഴേക്കും. അപ്പോൾ എന്താണ് ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു IC ചിപ്പായിട്ട് 40 പിന്നുള്ള ഒരു IC ചിപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ എന്താണ് ഇയാൾ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള മെമ്മറീസ് വേണം, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വേണം, ഇതെല്ലാം കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയർസ് വേണം. അപ്പോൾ മെമ്മറിക്ക് വേണ്ടിയിട്ട് പുറത്ത് നമ്മൾ റോം മെമ്മറി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് എക്സ്ട്രാ IC ചിപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ കണക്ഷൻ ചെയ്തിട്ട് വേണം എന്താ മൈക്രോ പ്രോസസറോടെ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാർഡ്വെയർ ഡിവൈസസ് ഉണ്ട്, അങ്ങനത്തെ ഡിവൈസസുകളൊക്കെ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ കണക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് എക്സ്ട്രാ വന്നിട്ട് ഒരു IC ചിപ്പിൽ കൂടി മാത്രമേ ഇന്റർഫേസ് ചെയ്തിട്ട് മൈക്രോ പ്രോസസർ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് ഇത്രയും സ്പേസുകൾ കൂടാണ്ട് സപ്പോസ് നമുക്ക് പുറത്ത് ഒരു അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് മാറ്റിയിട്ട് വേണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റ് A to D കൺവെർട്ടർ ഒക്കെ ആവശ്യം വന്നിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് IC ചിപ്പുകളൊക്കെ ആയിട്ട് വെച്ചിട്ട് വേണം എന്ത് മൈക്രോ പ്രോസസർ വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ വരുമ്പോഴേക്കും നമുക്ക് എന്താണ് ഇതിനെ ഒരു സെപ്പറേറ്റ് കാസ്റ്റ് ആകും, ഇതിനെ ഒരു സെപ്പറേറ്റ് കാസ്റ്റ്, ഇത് ഒരു എല്ലാത്തിനെയും കാസ്റ്റ് ആകുന്നുണ്ട് അല്ലെ. പിന്നെ വേറെ അടുത്തത് എന്താണ്? ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേക്കും ഒരു വലിയൊരു എന്താണ് സ്പേസ് വന്നിട്ട് അടഞ്ഞു പോകുന്നുണ്ട് അല്ലെ. പക്ഷേ ഇത് എല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ ഒരു ICയിലായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് എന്താണ് അതിൽ നമുക്ക് എന്താണ് കാശ് ലാഭിക്കുകയും ചെയ്യുന്നുണ്ട്, സ്പേസ് വന്നിട്ട് കുറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. വയറിംഗ് കണക്ഷൻസ് ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ വരുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ മൊത്തത്തിൽ
ചേർന്ന ഒരു ഇതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് നമ്മൾ പറയുന്നത്. അതായത് മൈക്രോ കൺട്രോളറിന്റെ അകത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALU ഉണ്ടാകും, രജിസ്റ്റേഴ്സ് ഉണ്ടാകും, എന്താണ് കൺട്രോൾ യൂണിറ്റ്സുകൾ ഉണ്ടാകും, മെമ്മറീസ് ഉണ്ടാകും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാകും. ചില മൈക്രോ കൺട്രോളറിനകത്ത് A to D കൺവെർട്ടർ ഉണ്ടാകും, D to A കൺവെർട്ടറും കൂടി ചില മൈക്രോ കൺട്രോളറിനകത്ത് ഉണ്ട്. എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ചില മൈക്രോ കൺട്രോളറിനകത്ത് A to D കൺവെർട്ടർ ആ ICയുടെ അകത്ത് തന്നെ ഉണ്ട്, D to D കൺവെർട്ടർ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ഉണ്ട്, പിന്നെ ടൈമേഴ്സ് ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇതേ അളവിലുള്ള IC ചിപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും എന്താണ് മൈക്രോ കൺട്രോളറിനെ നമ്മൾ എന്തെന്ന് പറയാം, കമ്പ്യൂട്ടർ ഓൺ എ ചിപ്പ് എന്ന് പറഞ്ഞൂടെ. നേരത്തെ എന്താ പറഞ്ഞത്, മൈക്രോ പ്രോസസറിനകത്ത് ഈ ഒരു സാധനം മാത്രമല്ല ഉണ്ടായിരുന്നത്, ALU രജിസ്റ്റർ എന്താണ് കൺട്രോൾ യൂണിറ്റ്. ബാക്കി എല്ലാ സാധനങ്ങളും പുറത്ത് വേറെ ഒരു IC ആയിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലെ. പക്ഷേ മൈക്രോ കൺട്രോളർ വന്നപ്പോൾ എന്തായി, എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് എന്താണ് ഒരു IC ചിപ്പിന്റെ ഉള്ളിലായതുകൊണ്ട് അതുകൊണ്ടാണ് മൈക്രോ കൺട്രോളർ ഈസ് ഓൾസോ നോൺ ആസ് എ കമ്പ്യൂട്ടർ ഓൺ എ ചിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി പേര് പറയുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് എന്താണ് കാശ് കുറഞ്ഞു കിട്ടി, സ്പേസ് കുറഞ്ഞു കിട്ടി, എന്താണ് ഒരുപാട് യൂസ് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് മാറി. പക്ഷേ മൈക്രോ കൺട്രോളർ വെച്ചിട്ട് സ്പെസിഫിക് ടാസ്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൈക്രോ പ്രോസസർ അങ്ങനെയല്ല. നമുക്ക് എന്താണ് മൈക്രോ പ്രോസസർക്ക് ഓരോ സാധനം ചെയ്യാനും വേണ്ടിയിട്ട് വേറെ ഡിവൈസസുകൾ എക്സ്ട്രാ കണക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതത് കണക്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ പ്രോസസ്സിങ്ങും ചെയ്യാൻ പറ്റുന്നതായിട്ട് മൈക്രോ പ്രോസസറിനകത്ത്. പക്ഷേ മൈക്രോ കൺട്രോളറിനകത്ത് എല്ലാം കൂടി ചെന്നിട്ട് ഒറ്റ ഇതിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിൽ വെച്ചിട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് മൈക്രോ കൺട്രോളറിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ ബേസിക് ഫംഗ്ഷണൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ദ ബേസിക് ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് മൈക്രോ പ്രോസസർ എന്തൊക്കെയായിരുന്നു? ALU, സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അതായത് ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴേക്കും എന്താണ് ഈ പാർട്സുകൾ തന്നെയാണ് ഉള്ളത്. വിൽ ഹാവ് ദീസ് ഫംഗ്ഷണൽ ബ്ലോക്സ് ആൻഡ് ഇൻ അഡിഷൻ ആയിട്ട് വേറെ എന്തുണ്ടാവും? IO പോർട്സ് ഉണ്ടാവും, പ്രോഗ്രാമബിൾ ടൈമർ ഉണ്ടാവും, കൗണ്ടർ ഉണ്ടാവും, റാം മെമ്മറി ഉണ്ടാവും, EPROM എന്ന് പറഞ്ഞാൽ എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. ആൻഡ് സം ഓഫ് ദ മൈക്രോ കൺട്രോളേഴ്സ് മേ ഹാവ് ഈവൻ ഇന്റർണൽ A to D, D to A. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ മൈക്രോ കൺട്രോളറിനകത്തും A to D, D to A കൺവെർട്ടർ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചില മൈക്രോ കൺട്രോളറിനകത്ത് ഇതും കൂടി ചേർന്നിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് മൈക്രോ കൺട്രോളറിനെ ഒരു പേര് വിളിച്ചിരുന്നത് കമ്പ്യൂട്ടർ ഓൺ എ ചിപ്പ്. ഒരു ചിപ്പിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് മൈക്രോ കൺട്രോളറിനെ കമ്പ്യൂട്ടർ ഓൺ എ ചിപ്പ് എന്നും കൂടി നമുക്ക് പറയാം. ഓക്കെ, ഇതാണ്